പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് അനുസരിച്ച് റംസാൻ ഫാസ്റ്റിങ്ങിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള ചില വർത്തമാനങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഏതെങ്കിലും മുസ്ലിമിനെ കണ്ട് നോമ്പിനെക്കുറിച്ച് സംസാരിച്ചാൽ അവൻ പറയുക, ഇത് ശരിക്കും ശാരീരികമായി ഗുണമുള്ള സംഗതിയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചു നോക്കൂ എന്ന് വരെ അവൻ പറയും. ഇതൊക്കെ ഒരു ഡോക്ടറോടും ചോദിച്ചിട്ടല്ല അവൻ നമ്മോട് പറയുന്നു. ചക്കര വിശ്വാസത്തെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് അവൻ തട്ടിവിടുന്ന തള്ളു മാത്രമാണ് അത്. യഥാർത്ഥത്തിൽ ഈ ഫാസ്റ്റിംഗ് കൊണ്ട് എന്തെങ്കിലും ആരോഗ്യപരമായി ഗുണമുണ്ടോ, ദോഷമുണ്ടോ? ആദ്യമേ തന്നെ പറയുകയാണ് ഞാൻ, ഇത് വളരെ അധികം ദൂഷ്യങ്ങളുള്ള ഒരു സമ്പ്രദായ രീതിയാണ്. ഇത് അനുഷ്ഠിക്കാൻ കൊള്ളാവുന്നതല്ല. പിന്നെ മുസ്ലിങ്ങൾ ഇത് അനുഷ്ഠിക്കാൻ കാരണം അവൻ 11 മാസവും മതത്തിൽ നിന്ന് അകന്നു ജീവിക്കും. അവൻ ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരു മാസവും അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനത്തിൽ ഒന്നുമാണ് ഈ റംസാൻ. ഇപ്പം വെള്ളിയാഴ്ച ജുമ്മാ നിസ്കാരത്തിന് പോകും. അതുപോലെ ഒന്നാണ് ഇത്. അനുഷ്ഠാനമായി ഇന്ന് നിലനിന്നു പോകുന്ന ഒരു സമ്പ്രദായമാണ്. കാരണം കുറെ അല്പം സഹനശക്തി ഉണ്ടെങ്കിൽ അവന് ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ പൊതുവെ നമ്മൾ പറയാറുള്ള കാര്യം ഇതൊരു തീറ്റ മഹോത്സവം എന്നാണ്. അത് യുക്തിവാദികൾ പറയുകയാണെങ്കിൽ വളരെ പുകിലാണ്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ ഉസ്താദന്മാർ പറയുമ്പോൾ അവർക്കത് മറിച്ചൊന്നും പറയാനില്ല. ഇപ്പം സിംസാറുൽ ഹക്ക് ഹുദവി, അദ്ദേഹം മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു വിദ്വാനല്ല. പക്ഷെ അദ്ദേഹം പോലും ഇക്കാര്യത്തിൽ ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ ഒബേസിറ്റി ഉണ്ടാകുന്ന രീതിയിൽ സോഷ്യലി, മോറലി, എത്തിക്കലി, ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് ദൂഷ്യം വരുന്നതാണ് നിങ്ങളുടെ ഇന്നത്തെ റംസാൻ നുയമ്പ് അനുഷ്ഠാനമെന്ന് കരയുമ്പോൾ. അപ്പം എന്തൊക്കെയാണ്? അപ്പം ഞാൻ ഒരു ആരോഗ്യ വിദഗ്ധനല്ല. ഇത് കേൾക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു സാധാരണക്കാരനാണെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പല സ്റ്റഡി നടത്തിയ കൂട്ടത്തിൽ വിക്കി ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് സഹിതം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പല സ്റ്റഡികളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതും ആ സ്റ്റഡിക്ക് വേണ്ട ലിങ്കുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് റംസാൻ എന്നടിച്ചു കഴിഞ്ഞാൽ വിക്കി ഇസ്ലാമിൽ പോയാൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. മാത്രമല്ല ആ സ്റ്റഡിയുടെ ഒക്കെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. ഹാംഫുൾ എഫക്ട്സ് ഓൺ ഹെൽത്ത്, നാഷണൽ ഇക്കോണമി ആൻഡ് പ്രൊഡക്ടിവിറ്റി, ക്രൈം റേറ്റ്, പബ്ലിക് സേഫ്റ്റി ആൻഡ് സോഷ്യൽ ബിഹേവിയർ. ഇതാണ് പ്രധാനമായ കാര്യം. അതായത് ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യം, രാജ്യത്തെ ധനപരമായ പിന്നാക്കം വലിക്കുന്ന പ്രൊഡക്ടിവിറ്റിയുടെ കുറവ്, കുറ്റകൃത്യങ്ങളുടെ വർധനവ, പബ്ലിക് സേഫ്റ്റിയിൽ ഉണ്ടാകുന്ന, അതായത് തൊഴിലിടങ്ങളിലും മറ്റും ഉണ്ടാക്കുന്ന ആബ്സ്റ്റൻസീസും, ആളുകൾ വരാത്തത് കൊണ്ടുള്ള, പിന്നെ സോഷ്യൽ ബിഹേവിയർ, തൻ്റെ ആഹാരവും മറ്റും ഒഴിവാക്കി നിൽക്കുന്ന വ്യക്തിക്ക് സ്വതവേ ഉണ്ടാകുന്ന ശാരീരിക പ്രക്രിയയുടെ ഭാഗമായി അവൻ്റെ സോഷ്യൽ ബിഹേവിയറിൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് സ്റ്റഡികൾ പറയുന്നത്. ഹെൽത്ത് എഫക്ട്സ് ഇൻക്ലൂഡ് ഹീറ്റ് സ്ട്രെസ്, dehydration, migraine, and for lactating women, the nutritional makeup of their milk, among other harms. എന്തൊക്കെയാണ്? ഹീറ്റ് സ്ട്രെസ്. ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അന്തരീക്ഷ താപനില വർദ്ധിച്ചുകൊണ്ട് 36, 37 പോകുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴുള്ള ദുരവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുക? അത് കാരണം ഹീറ്റ് സ്ട്രെസ് ഉണ്ടാവും. ഡീഹൈഡ്രേഷൻ, നിർജലീകരണം, അതിൻ്റെ വാക്ക് തെറ്റിപ്പോയി. അതായത് ജലമില്ലാത്ത അവസ്ഥ, ശരീരത്തിൽ വേണ്ട വെള്ളം ജലത്തിൻ്റെ അവസ്ഥ കുറയുന്ന ഒരു രീതി. മൈഗ്രെയിൻ, തലവേദനയും മറ്റും. പിന്നെ പാലൂട്ടുന്ന അമ്മമാർക്ക് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. ഈ പാലൂട്ടുന്ന അമ്മമാർക്ക്
പാലിൽ വേണ്ട ന്യൂട്രിയൻഷ്യൻസ് വരുന്നത് അവർ പകൽ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണെങ്കിൽ പകൽ ആഹാരം ഒഴിവാക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പാലൂട്ടുന്ന അമ്മമാർ നൊയമ്പ് നോക്കണോ എന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല. ഒരു കാര്യത്തിൽ നിശ്ചയമുണ്ട്, അതായത് ഇത് ശാസ്ത്രീയമെന്ന് വാദിക്കുന്ന ഈ കൂട്ടർ ഇത് ശാസ്ത്രീയമല്ല എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വർത്തമാനമാണ് അവരിൽ പലരും പറയുന്ന ഒരു കാര്യം. എന്താണത്? അതായത് ശബരിമല പോലെ ആർത്തവമുള്ള സ്ത്രീകൾ ഈ സമയം നോമ്പെടുക്കേണ്ട, അവർ അശുദ്ധകളാണ്. അപ്പം ആർത്തവം അശുദ്ധം എന്ന് പറയുന്നത് എത്രത്തോളം ശാസ്ത്രവിരുദ്ധമാണോ അതുപോലെ തന്നെയാണ് ഈ നോയമ്പ് അതുകൊണ്ട് ശാസ്ത്രവിരുദ്ധമാണ്. അതുകൊണ്ട് ശാസ്ത്രമെന്ന ഉമ്മാക്കി തൽക്കാലം ഇതിൽ കാണിക്കേണ്ട. പക്ഷേ യാത്ര ചെയ്യുന്നവർ നോമ്പ് നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസികൾ അക്കാര്യത്തിൽ അംഗീകരിക്കില്ല. മതം പറയുന്ന എല്ലാ കർക്കശമായ കാര്യങ്ങളെയും അട്ടത്തു വെച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസി നോമ്പിൻ്റെ കാര്യത്തിലും ജുമാ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും അല്പം കടുംപിടുത്തം കാണിക്കും. കാരണം അവൻ്റെ ഏക ബന്ധം എന്ന് പറയുന്നത് മതവുമായി ഇത് രണ്ടുമാണ്. സാമ്പത്തിക കാര്യത്തിൽ അവന് അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. അപ്പം യൂസഫ് അലി വലിയ ധർമ്മിഷ്ഠനാണ്. അദ്ദേഹം ദൈവവുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്നതാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ സഖാത്ത് കൊടുക്കുന്നത് 2.5% കറക്റ്റായിട്ട് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ 2.5% വലിയ തുകയാണ്. അത് അദ്ദേഹം കൊടുക്കുന്നു എന്ന് എനിക്കില്ല, കൊടുക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ പരസ്യപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ എന്തോ മതവും അയാളും വളരെ പ്രത്യേകത ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പരസ്യം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ കർക്കശമായ നിയമമാണ്. 30-33% വരെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. എങ്ങനെ? നമ്മുടെ ഇൻകം ടാക്സ്. അത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾക്കും 18, 28, 5 തുടങ്ങിയ ശതമാനത്തിൽ ടാക്സ് ഉണ്ട്. നമ്മൾ ഇന്ത്യക്കാർ ടാക്സ് വെട്ടിക്കാൻ വിരുദ്ധന്മാരാണ്. പൊതുവേ മനുഷ്യ സ്വഭാവമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2.5% സക്കാത്ത് മുസ്ലിങ്ങൾ കൊടുക്കുമോ? മുസ്ലിങ്ങൾ എന്താ ടാക്സ് വെട്ടിക്കാത്തവരാണ്? മനുഷ്യരാണ്. അവർക്ക് മനുഷ്യ സ്വതസിദ്ധമായ രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടാകുമെങ്കിൽ അത് പോട്ടെ, നമുക്കത് വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പോയിന്റിലേക്ക് പോകാം. In a recent study done on the Arab world, diseases linked to cholesterol and diabetes increased by 27.65% because of overeating. അമിത ആഹാരം കഴിക്കുന്നത് കൊണ്ട് ഡയബറ്റിക്കും കൊളസ്ട്രോളും ഏകദേശം 28% അറബ് രാജ്യങ്ങളിൽ റംദാൻ കാലയളവിൽ വർദ്ധിച്ചതായിട്ട് സ്റ്റഡിയുണ്ട്. നോൺ കംപ്ലൈൻറ്റ്സ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെൻറ്റ് റെജിമൻ ഈസ് കോമൺ ഡ്യൂറിങ് റംദാൻ. അതായത് രോഗിയായ ഒരു മനുഷ്യൻ കഴിക്കേണ്ട മരുന്നുകളെ നോമ്പിൻ്റെ പേരിൽ ഒഴിവാക്കുന്നതും ആരോഗ്യത്തിന് വളരെ ഹാനികരമായ ഒന്നാണ്. കഴിക്കേണ്ട സമയത്ത് കഴിക്കേണ്ട രീതിയിൽ, ആഹാരത്തിന് മുമ്പ് പിമ്പ് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ വളരെ ശാസ്ത്രീയമായ എന്താ പറയുക കാര്യകാരണ ബന്ധമുള്ളതാണെങ്കിൽ ഇതൊക്കെ രാത്രി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് സൗകര്യപ്പെട്ടെന്ന് വരും, ശരീരത്തിന് അത് സൗകര്യപ്പെടില്ല എന്നുള്ളതാണ്. ഡീഹൈഡ്രേഷൻ, നിർലജ്ജീകരണം, ജലമില്ലാത്ത അവസ്ഥ. നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ ശരീരത്തിനകത്ത് ജലത്തിൻ്റെ ആവശ്യം ഒരുപാടുണ്ട്. അത് വേണ്ടുവളം കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, പ്രത്യേകിച്ച് ചൂട് കാലാവസ്ഥയിൽ. ഇപ്പം കൊടുക്കാതിരുന്നാലോ അത് ശരീരത്തെ ബാധിക്കും. ഇപ്പം മറ്റു പല മേഖലകളിൽ ഇപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. അതിൽ നിർബന്ധമായും വെള്ളം കുടിച്ചിരിക്കണമെന്ന് പറയും. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, അതായത് ഇത്രയും ചൂടേറിയ ഒരു കാലഘട്ടത്തിൽ വെള്ളം ഒഴിവാക്കാൻ ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകരോ ആരോഗ്യ മേഖലയുമായി ബന്ധമുള്ളവരോ പറയുമോ? പറയില്ല. കാരണം അത് ശരിയല്ല എന്നുള്ളതാണ്. നിങ്ങൾ പകൽ വേളയിൽ ഇത് ഒഴിവാക്കൂ എന്ന് പറയുന്നത് തന്നെ
വളരെ മോശമായ ഒരു കാര്യമാണ്. അത് ശാസ്ത്രീയമെന്ന് അല്ലെന്ന് മാത്രമല്ല, അശാസ്ത്രീയത കൂടിയാണെന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ നോമ്പ് വേളയിൽ വെള്ളം കുടിക്കാതെ ഉള്ള നോമ്പ് അശാസ്ത്രീയത്തിൻ്റെ അങ്ങേയറ്റത്തെ തെളിവാണ്. മൈഗ്രെയിൻ, തലവേദന നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ, ഇപ്പം ദീർഘദൂര യാത്ര, ചൂടിൽ നിൽക്കുക, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മൈഗ്രെയിനും തലവേദനയും ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ 11 മാസം ഇതൊക്കെ നന്നായി ചെയ്തുകൊണ്ട് ഈ ഒരു മാസം സിർക്കാഡിയം ഋതം തെറ്റിച്ചുകൊണ്ടുള്ള ഈ രീതി. എന്താണ് സിർക്കാഡിയം ഋതം? അതായത് നമ്മൾ 24 മണിക്കൂർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പഠിച്ചുകൊണ്ട് ഓരോന്നിനും നമ്മുടെ ശരീരം തന്നെ ഒരു റിതം, ക്ലോക്ക്, സിർക്കാഡിയൻ ക്ലോക്ക് രൂപീകരിക്കും. അതിനെ തെറ്റിക്കുന്നതാണ് ഈ 11 മാസത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു മാസം. അതുകൊണ്ട് മൈഗ്രെയിനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. സിർക്കാഡിയം ഋതം തെറ്റിക്കുന്നത് ഹെൽത്താണ്, ആരോഗ്യപരമായി വളരെ മോശമായ കാര്യമാണ്. എല്ലാ ഡോക്ടർമാരും നമ്മുടെ ദൈനംദിന രോഗവുമായി ബന്ധപ്പെട്ട്, ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മോട് പറയുന്നത് സിർക്കാഡിയം ഋതം നിങ്ങൾ തെറ്റിക്കരുത്. ഇവിടെ 11 മാസം അത് ശരിയായി നിർവഹിച്ചുകൊണ്ട് ഒരു മാസം പൂർണ്ണമായി തെറ്റിക്കുക എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന അനീതി അല്ലാതെ എന്താണ്? ഡേ ടൈം ഡ്രൗസിനെസ്, alertness and cognition. Naturally, a fast would indicate that individuals are ingesting less food. But the following 2 studies reveal that decrease in the number of meals that are eaten directly disturb normal sleep habits and thereby increases daytime drowsiness. സാധാരണഗതിയിൽ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി രാത്രി അമിത ഭക്ഷണമോ ഏറ്റവും കുറഞ്ഞ ഭക്ഷണമോ കഴിക്കുന്നത് കൊണ്ട് അത് നിങ്ങളുടെ സ്ലീപ്പ് ഹാബിറ്റിന്, അത് നമുക്കിപ്പം സ്റ്റഡി ഇല്ലെങ്കിലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് ഈ നൊയമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യ ഉദയ അപ്പം തുടങ്ങുകയാണ്. അതിനു മുമ്പ് ആഹാരം കഴിക്കും. അതിനുശേഷം സൂര്യാസ്തമയം കഴിഞ്ഞ് ആഹാരം കഴിക്കും. അപ്പം നോമ്പ് എന്ന് പറയുന്നത് പകൽ വേളയിൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ആഹാരം, വെള്ളം, ദാമ്പത്തിക ബന്ധങ്ങൾ, മറ്റ് ഇവർ വിലക്കിയിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഹറാമായ കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം, പോട്ടെ. അപ്പം ഇതൊക്കെ ഒരു ദൈവം നിർദ്ദേശിക്കുമ്പോൾ ആ ദൈവത്തിന് എന്താ കാര്യം ഇതിൽ? ഡോക്കിൻസ് പറയാറുള്ളത് പോലെ നമ്മുടെ ബെഡ്റൂമിൽ എന്തിനാണ് ദൈവം വരുന്നത്? മനുഷ്യൻ്റെ ബെഡ്റൂമിൽ എന്താ കാര്യം? അതായത് ഒരു മുസൽമാൻ പട്ടിണി കിടന്നാൽ സന്തോഷിക്കുന്നവനാണോ ദൈവം? ആ ദൈവത്തിൻ്റെ സന്തോഷം നിസ്സാരമായ സന്തോഷമേ അല്ല, അത് നല്ലൊരു സന്തോഷവുമല്ല എന്നുള്ളതാണ്. അപ്പം പകൽ സമയം ആഹാരം കഴിക്കാതിരിക്കുകയും രാത്രി ഉറക്കം ഇളച്ചുകൊണ്ട് ആഹാരം കഴിക്കുകയും, ഇത് 6 മണിക്ക് വൈകുന്നേരം ഒരു 6-6:30 വെള്ളം കുടിച്ച് 2 ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറന്നിട്ട് നിസ്കാരമുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു നോമ്പ് തുറ ആഹാരമുണ്ട്. അത് കഴിഞ്ഞാൽ 10 മണി 11 മണിക്കൊക്കെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു അത്താഴമുണ്ട്. അപ്പം 3 നേരത്തെ ആഹാരം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സൂര്യോദയത്തിന് മുമ്പ് തന്നെ എണീക്കും അലാറം വെച്ചും. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അത്താഴം കൊട്ടി എന്നൊരു വിഭാഗമുണ്ട്. കൊട്ടും കൊട്ടി വരും, എന്നിട്ട് നമ്മുടെ പേരൊക്കെ വിളിക്കും. അപ്പോൾ എൻ്റെയൊക്കെ പേര് വിളിക്കാനായിട്ട് ഞാൻ അയാൾക്ക് പൈസ കൊടുക്കും. വീട്ടിൻ്റെ മുമ്പിൽ വന്ന് എണീക്കൂ മുഹമ്മദ് ഖാൻ, സമയമായി, ആഹാരം കഴിക്കണ്ടേ, അത്താഴം കഴിക്കണ്ടേ എന്നൊക്കെ പറയും. നമ്മളെ ഉണർത്തിയിട്ടേ പോകും. പണ്ടൊക്കെ, അതായത് കഴിഞ്ഞൊരു 10-15 വർഷം മുമ്പ് വരെ ഈ സമ്പ്രദായമുണ്ടോ? ഇന്നിപ്പം മൊബൈലുണ്ട്, അലാറമുണ്ട്, അതുകൊണ്ടൊന്നും അതൊക്കെ ആ സമ്പ്രദായമൊക്കെ നിന്നു. അത്താഴം കൊട്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിനെക്കുറിച്ച് പറയുക. അതൊക്കെ നിന്നുപോയി. അപ്പം അങ്ങനെ ഈ അത്താഴം രാത്രി ഈ സൂര്യോദയത്തിന് മുമ്പുള്ള ഒരു മൃഷ്ടാംഗ ഭോജനം. അപ്പം ഈ ഉറങ്ങി എണീറ്റിട്ട് ഉടനെ ആഹാരം കഴിക്കൽ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ അങ്ങനെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ നേരം വെളുത്താൽ ഊരുകൾക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടായിട്ടും, മാത്രമല്ല രുചിപ്രദമായ ആഹാരങ്ങളായിരിക്കും.
ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഇപ്പം ഈ പേയമ്പഴം എന്നൊരു പഴമുണ്ട്. അതായത് ഈ നമ്മൾ ഈ വാഴയ്ക്ക, ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി വാഴയ്ക്ക ഉണ്ടല്ലോ, അതിൻ്റെ പഴുത്ത പഴം, അത് തേങ്ങയുടെ പാല് ശർക്കരയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി ഒരു ജ്യൂസ് പരുവത്തിൽ, അതിന് പാലും പഴവും എന്നാണ് പറയുക. അത് വളരെ രുചിപ്രദമായ പപ്പടം, മീൻകറി, മുട്ട പൊരിച്ചത്, അങ്ങനെ എന്താ കഴിച്ചു പോകത്തക്ക രീതിയിലുള്ള രുചിപ്രദമായ ആഹാരമാണ് ഏത് പാവപ്പെട്ടവൻ്റെ വീട്ടിലും ആ സമയം ഉണ്ടാക്കുക. കാരണം കഴിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, അത് ഉള്ളതാണെന്നുള്ളതാണ് അതിൻ്റെ ശരി. ബിഞ്ച് ഈറ്റിംഗ്, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പം ഈ അമിതാഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന ആളുകളുടെ ഉസ്താദന്മാർ തന്നെ ഇത് പറയുമ്പോൾ അത് വലിയ പ്രശ്നമല്ല. അപ്പോൾ ഈ ഉസ്താദന്മാർ പറയുമ്പോൾ അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ വിശ്വാസികളുടെ വിശ്വാസപരമായ കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നവരാണ്. കാരണം അതാണ് അവരുടെ അന്നം. ഇവരിങ്ങനെ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം, മതപരമായ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. അതിൽ കൂടിയേ ഇവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൈക്രോസ്കോപ്പിക്കലായിട്ട് അവർ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർ പറയുന്നതിനകത്ത് ശരിയുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഗുരുതരമായ കാര്യം, ഇൻക്രീസ് ദ ടോക്സിസിറ്റി ഓഫ് കോമൺലി യൂസ്ഡ് മെഡിക്കേഷൻസ്. അതായത് കഴിക്കേണ്ട മരുന്നിൻ്റെ ഇൻക്രീസസ് ദ ടോക്സിസിറ്റി, അതായത് വിഷാംശങ്ങൾ വർദ്ധിക്കും മരുന്നിൻ്റെ. എങ്ങനെയാ? നമ്മുടെ ഈ താളം തെറ്റിയിട്ടുള്ള ആഹാരം ക്രമം നമ്മുടെ ലിവറിൻ്റെ കഴിവിനെ നശിപ്പിക്കും. ലിവർ മരുന്നിലുള്ള വിഷാംശത്തെ കുറയ്ക്കുമ്പോൾ ഈ റംസാൻ വേളയിൽ അത് നടക്കത്തില്ല. കാര്യം നേരത്തെ പറഞ്ഞ സിർക്കാഡിയൻ നദം ഉൾപ്പെടെ എല്ലാം തെറ്റിക്കിടക്കുന്നത് കൊണ്ട് ഈ മരുന്ന് കഴിക്കൽ രാത്രിയാക്കിയാൽ, പകല് മരുന്ന് എന്തായാലും കഴിക്കില്ല. എത്ര രോഗികൾ നോമ്പ് പിടിക്കണ്ട എന്ന് ഇളവുണ്ട്. പക്ഷെ പല രോഗികളും അനുസരിക്കില്ല. ഈ മതമനുഷ്ഠാനം എന്ന് പറയുന്നത് അവനവൻ്റെ സൗകര്യത്തിനും അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അവനവൻ്റെ തൃപ്തിക്കും വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം മതത്തിൻ്റെ കർക്കശമായ നിയമങ്ങളെ അതേപടി അനുസരിച്ചു കൊണ്ടല്ല വിശ്വാസികൾ മതത്തെ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇപ്പം സാമൂഹ്യപരമായി ഞാനും ഒരു വിശ്വാസിയാണെന്നും ഞാൻ സ്വർഗത്തിൻ്റെ നേരിട്ട് അവകാശിയാണെന്നും എനിക്കും ത്യാഗപൂർണമായി ജീവിക്കാൻ പറ്റുമെന്ന് സമൂഹത്തെയും തന്നെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണ് ഈ റംസാനിലെ നോമ്പ് നോക്കലെങ്കിൽ മരുന്നിനെയും ഒഴിവാക്കും. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് നിങ്ങൾ ചോദിക്കൂ, ഈ മരുന്ന് ഞാൻ പകൽ വേളയിൽ ഒഴിവാക്കിക്കൊണ്ട് രാത്രി കഴിച്ചാൽ മതിയോ? നിങ്ങളെ തൃപ്തിപ്പെടുത്താനും നിങ്ങളുടെ കുഴലൂതാനും നിൽക്കുന്ന ഡോക്ടറാണെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരും. പക്ഷേ പ്രഗത്ഭനായ ഒരു ഡോക്ടർ, മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരു ഡോക്ടറാണെങ്കിൽ നോ എന്ന വർത്തമാനമേ പറയുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. ഫാസ്റ്റിംഗ് ഹാസ് ബീൻ ഫൗണ്ട് ടു സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ച് ഡ്രഗ് മെറ്റബോളിസം. മരുന്നിൻ്റെ മെറ്റബോളിസത്തിനെ തെറ്റിക്കും. ആൻഡ് ഡിപ്ലീറ്റ് ക്രൂസിക്കൽ കെമിക്കൽസ് ഇൻ ദ ലിവർ നീഡഡ് ടു ഡീടോക്സിഫൈ മെഡിക്കേഷൻസ്. അതായത് ക്രൂസിക്കലായിട്ടുള്ള എന്താ പറയുക കെമിക്കലുകൾ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലുകളുടെ അഭാവം കൊണ്ട് കരളിന് ഈ മരുന്നുകളുടെ വിഷാംശത്തെ കുറയ്ക്കാൻ ഒക്കാതെ വരുന്നു. ഉദാഹരണത്തിന് പാരസിറ്റമോൾ. ഈ പാരസിറ്റമോൾ തലവേദനയ്ക്ക്, ശരീരവേദനയ്ക്ക്, വയറ്റിലെ പ്രശ്നങ്ങൾക്ക് കഴിക്കുന്ന സാധാരണ ഒരു ആഹാരമാണെങ്കിൽ ഇത് നിങ്ങൾ രാത്രി കഴിക്കുമ്പോൾ ഇതിൻ്റെ ടോക്സിസിറ്റി, അതിൻ്റെ വിഷാംശത്തെ കരളിന് പൂർണ്ണമായി നിർവീര്യമാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് പാരസിറ്റമോൾ പോലും സാധാരണഗതിക്കുന്ന മരുന്ന്. അതുപോലെ മരുന്ന് എന്ന് പറയുന്നത് ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെയും നിഷ്കർഷതയുടെയും പോലെ ഉണ്ടാക്കപ്പെട്ട ഒരു സമ്പ്രദായമാണ്. ഉച്ചയ്ക്ക് കഴിക്കുക, രാവിലെ കഴിക്കുക, ആഹാരത്തിന് മുമ്പ് കഴിക്കുക, ആഹാരത്തിന് ശേഷം കഴിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക, ഉറക്കം എണീറ്റാൽ ഉടനെ കഴിക്കുക എന്നൊക്കെ പറയുന്നത് വെറുതെയല്ല. ഇതൊക്കെ സ്റ്റഡിയുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഇതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഏതോ ഒരു എന്താ പറയുക ആകാശമാമൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൂഷ്യം മറ്റാർക്കുമല്ല, നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം ഡിസ്റപ്ഷൻ ഓഫ് സർവീസസ്.
In August 2010, Mustafa Moore, who was involved in a road accident in Turkey, was left waiting for a stretcher due to the excess service being closed for fast braking. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മുസ്ലിങ്ങൾ മൊത്തത്തിൽ കടയടക്കി. ചില കടകളിൽ മാത്രമേ ചില സാധനങ്ങൾ ലഭ്യമുള്ളൂ എന്നിരിക്കെ ഞാൻ അങ്ങനെ കാത്തു നിന്നിട്ടുള്ള ആളാണ്. വളരെ അസഹനീയമായ കാത്തു നിൽപ്പാണ്. അതായത് ഇവരുടെ മത അനുഷ്ഠാനത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം. ബാക്കിയുള്ള സമയം തുറന്നു വെച്ച് നമ്മെ കാത്തിരിക്കുകയാണ്. അതെൻ്റെ അവകാശമോ അതൊന്നുമല്ല. ഇവിടെ ഒരു ധാർമ്മികതയുണ്ട്. ആ കട ഏതെങ്കിലും രീതിയിൽ തുറന്ന് പ്രവർത്തിപ്പിച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് സാധനം എത്തിക്കാനുള്ള ചുമതല സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള വ്യാപാരിക്കുണ്ട്. അത് റംസാൻ കാലയളവിൽ കടയടച്ചിരുന്ന വ്യാപാരികൾ ഉൾപ്പെടെ. ഇപ്പം ഞാൻ സ്ഥിരമായി 11 മാസവും ചായയും വടയും കഴിക്കുന്ന എല്ലാ ദിവസവും, അദ്ദേഹം വെള്ളിയാഴ്ച അവധിയാണ്, അതൊഴിച്ച് ബാക്കിയുള്ള ഇൻക്ലൂഡിങ് സൺഡേ. പക്ഷേ ഈ ഒരു മാസക്കാലം ഞാൻ ചായയ്ക്ക് വേണ്ടി തെണ്ടി നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക്. മറ്റു ചായ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ചായ എനിക്ക് ഇഷ്ടമാണ്. അപ്പം അത് നോക്കൂ, ഒരു ധാർമ്മികമായ ബന്ധം അവിടെ നഷ്ടപ്പെടുകയാണ്. അത് പാടില്ല. അത് ഈ 11 മാസത്തെ ബന്ധമുള്ളത് ഈ ഒരു മാസം അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. പല കാരണങ്ങൾ അദ്ദേഹത്തിന് ന്യായമായി പറയാനുണ്ടായിരിക്കാം, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. അപ്പം ഇവിടെ പറഞ്ഞു വന്നത്, ഈ നോമ്പ് തുറ വേളയിൽ കൂട്ടമായി ആളുകൾ പ്രവർത്തന മേഖലയിൽ നിന്ന് പിന്മാറിപ്പോകും നോമ്പ് തുറക്കാൻ വേണ്ടി. ഇവിടെ സംഭവിച്ചത്, ഒരു രോഗിയെ കൊണ്ടുവന്നപ്പോൾ ആ എക്സ്റേ എടുക്കാനുള്ള യൂണിറ്റിലെ എല്ലാ പേരും നോമ്പ് തുറക്കി പോയതുകൊണ്ട് ആ രോഗി ഭീതിതമായ അവസ്ഥയിൽ അവിടെ കാത്തു കിടക്കേണ്ടി വന്നു. ആക്സിഡൻ്റ് ഉണ്ടായ രോഗി ഏറ്റവും നേരത്തെ ചികിത്സ കിട്ടാൻ യോഗ്യനും, അത് നിഷേധിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇത് എല്ലാ മേഖലകളിലും ബാധകമാണ്. ഹോസ്പിറ്റൽ, പോലീസ്, ഫയർഫോഴ്സ്, ട്രാൻസ്പോർട്ട് ഒക്കെ മറ്റുള്ളവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പലതും അങ്ങനെ നടന്നു പോകുന്നത്. മുസ്ലിം രാജ്യങ്ങളിലാണെങ്കിലോ സ്തംഭിച്ചവിടെ നിൽക്കും. ഇത് സാമൂഹ്യപരമായ ഒരു ദ്രോഹം എന്നല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ്? ഇതിന് ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. ഇത് മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിലൊക്കെ ഇതിന് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പം മലബാർ മേഖലയിൽ വെള്ളിയാഴ്ച ഈ റംസാൻ വേളകളിൽ പൂർണ്ണമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പരക്കെ റിപ്പോർട്ട്. നല്ല കാര്യമാണ്, നല്ല സൂചകമാണത്. അതായത് ആഹാരം ആവശ്യമുള്ളവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാൻ, ആഹാരം ഉണ്ടാക്കാൻ തയ്യാറുള്ള ആളുകളെ കൊണ്ട് കൊടുക്കാനുള്ള ബാധ്യത ഓരോ കടയുടമയ്ക്കും ഉണ്ട് എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഡ്യൂറിങ് റമദാൻ the productivity of Arab business drops by 78%. 78% ഉൽപാദനക്ഷമത അറബ് രാജ്യത്ത് കുറഞ്ഞു പോകുന്നു. ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കാരണങ്ങൾ? ഫ്യൂവർ വർക്ക് ഹവേഴ്സ്, കുറഞ്ഞ ജോലി സമയം, ആബ്സെൻറ്റീസം, ജോലിക്ക് വരാതിരിക്കാൻ, സിക്ക് ലീവ്. നോക്കൂ, ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ഇന്ന് ഞാൻ ചാലയിൽ ഒരു കടയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു തൊഴിലാളി, സാധനം എടുത്തു കൊടുക്കുന്ന തൊഴിലാളി, അവൻ ആകെ വിഷണ്ണനായി, ഉച്ചസമയമാണ്, ബുദ്ധിമുട്ടി നിൽക്കുന്നു. ഇത് ഇയാൾ ആർക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു? എന്താണ് ഇയാൾക്ക് കിട്ടുക? ഈ കടയുടമ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ശരിക്കും എടുത്തു കൊടുക്കുന്നു എന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇത് ചെയ്യേണ്ടത്? ഇത് മറ്റു പല രീതിയിൽ, നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൂടി ഇത് വർക്ക് ഫോഴ്സിനെ ബാധിക്കുന്നത് കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമതയെ 78% അറബ് രാജ്യങ്ങൾ, ഇത് സ്റ്റഡി ഒരു അല്പം പഴയതാണ് കേട്ടോ. ദ ഫിഗേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ എ സർവേ carried out by Cairo Institute of Social Science and the Arab World, which was printed today by Leaders, a Tunisian website. Sorry. ലീഡേഴ്സ് എന്ന ഒരു ടുണീഷ്യൻ വെബ്സൈറ്റിൽ കൈറോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പെർഫോമൻസ് ഇൻ മോസ്റ്റ് കമ്പനീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്
and government departments around the Arab world is usually at a low during the month of Ramadan, with poor productivity and constant reported absences. അതായത് പകലിനെ രാത്രിയാക്കി രാത്രിയെ പകലാക്കുമ്പോൾ താളം തെറ്റുന്നത് ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളല്ല, മൊത്തത്തിൽ ഒരാൾ വ്യക്തി സമൂഹമാകുമ്പോൾ സമൂഹത്തെ ആകെ പിടിച്ചുലക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ താളക്രമങ്ങളെയും തെറ്റിക്കുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ അറബ് രാജ്യങ്ങളിൽ രൂക്ഷമായ രീതിയിൽ ഇത് പ്രകടമാകുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട്, ജോലിക്ക് വരാതിരിക്കുന്നുണ്ട്, വരാനൊക്കത്തില്ല. കാര്യം അവൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൗസിനെസ്, ഹെഡേക്ക്, പ്രഷർ കൂടുക, പിന്നെ കൊളസ്ട്രോൾ കൂടുക, ഡയബറ്റിക് കൂടുക, ഇതൊക്കെ വരുമ്പോൾ ആളുകൾ എങ്ങനെ വരും? ഒരാൾ മാത്രമോ? ഒരു കൂട്ടം ആളുകൾ ഇത് അനുഷ്ഠിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ രംഗത്ത് നിന്ന് അപ്രത്യക്ഷമായാലുള്ള ദുരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുസ്ലിം അപ്പോളജിസ്റ്റുകൾ അവരാണ് ഏറ്റവും ദൂഷ്യവശമുള്ള ആൾ. ഇവര് സാധാ വിശ്വാസി ഇതിൽ നിന്നൊക്കെ അല്പമൊക്കെ മാറി നിൽക്കാൻ തയ്യാറായാൽ ഉടനെ അവർ മതത്തോട് ചേർത്ത് പിടിക്കാനുമുള്ള പ്രചണ്ഡ പ്രചരണം നടത്തുന്നവരാണ് ഈ അപ്പോളജിസ്റ്റുകൾ. അവരുടെ ജോലിയും തൊഴിലും അതാണ്, നല്ല വരുമാനമുള്ള ഒരു തൊഴിലാണ്, അതുകൊണ്ട് പ്രശസ്തിയും കിട്ടും. അവർ പറയുന്ന ഈ സൈറ്റിനെതിരെ അവർ പറഞ്ഞ 3 ആരോപണങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എനിക്കുമെതിരെ ഈ ആരോപണങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ആക്കിയത്. മോസ്റ്റ് ഓഫ് ദ എവിഡൻസ് പ്രൊവൈഡഡ് ഈസ് ഫ്രം ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല വാർത്തകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ ഇതിന് തെളിവില്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ലെന്നാണ് ഇവർ വാദിക്കുന്നത്. അവർ ഓരോ സ്റ്റഡിയുടെയും ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവസാനം കണ്ടപ്പോൾ കെയ്റോ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളുടെയും കൃത്യമായ രേഖാസമർപ്പിതം അവരിവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ലിംസ് ഡു നോട്ട് ഫാസ്റ്റ് റംദാൻ സോ ദേ ക്യാൻ ബി ഹെൽത്തി, ദേ ഫാസ്റ്റ് ബിക്കോസ് അള്ളാഹ് കമാൻഡഡ് ദം ടു ഡു. അതായത് ഇത് ആരോഗ്യപരമായി ഞങ്ങളുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുമെന്ന് കരുതിയിട്ടല്ല മുസ്ലിംസ് റംദാൻ നോമ്പ് അനുഷ്ഠിക്കുന്നത്, പകരം അള്ളാഹു പറഞ്ഞു ഞങ്ങൾ അനുഷ്ഠിക്കും. ഇത് യഥാർത്ഥത്തിൽ ശരിയാണെങ്കിലും പക്ഷേ വിശ്വാസികളും അപ്പോളജിസ്റ്റുകളും അങ്ങനെയല്ല പറയുന്നത്. ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് വളരെ ഗുണകരമെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഈ ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ആരോഗ്യത്തിന് ഫാസ്റ്റിംഗ് ആവശ്യമെന്നാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്, ശാസ്ത്രീയ തെളിവോടുകൂടിയുള്ള വ്രതം. എന്താ? വെള്ളം കുടിക്കാം, ആഹാരം കഴിക്കാം. അത് എന്നാ മണ്ണാങ്കട്ട വ്രതം നിങ്ങൾ ചോദിക്കും, പഠിച്ചു നോക്കൂ. അങ്ങനെയുണ്ട് വ്രതം, അങ്ങനെയുണ്ട് നോമ്പ്. അങ്ങനെ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുർമേധസ് കുറയും, ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ മുക്തി നേടാൻ സാധിക്കും. അതെന്തെന്ന് നിങ്ങൾ പഠിക്കൂ, തൽക്കാലം ഞാൻ വിശദീകരിക്കാൻ തയ്യാറല്ല. അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ശാസ്ത്രീയമായ മാർഗം അതിനുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇതല്ല. രാത്രി ഉറക്കിഴക്കുക, രാത്രി ആഹാരം കഴിക്കുക, സിർക്കാഡിയം തെറ്റിക്കുക, പകല് ഒന്നും കഴിക്കുക, ഉമിനീർ പോലും ഇറക്കാൻ പാടില്ല. ഉമിനീർ ഇറക്കാമെന്നും ഇറക്കാൻ പാടില്ല എന്നും ഭയങ്കര തർക്കമാണ്. ഉമിനീർ ഇറക്കിയാൽ, വെള്ളം കുടിച്ചാൽ തമ്പുരാൻ എന്താ കുഴപ്പം? തമ്പുരാൻ എന്ത് പിഴച്ചു? തമ്പുരാൻ എന്ത് പിഴയ്ക്കും? ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത് എന്താ പറയുക, ഒരു തെറ്റായ കാര്യം ചെയ്തുകൊണ്ട് അതിന് ന്യായീകരണം ചമയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ന്യായീകരണം കണ്ടെത്തിയിട്ട് എനിക്ക് ആരോഗ്യപരമായി ഫാസ്റ്റിംഗ് വേണമെന്നതിൻ്റെ പേരിലല്ല വിശ്വാസികൾ റംസാൻ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അല്ലാഹ് പറഞ്ഞു, ഗ്രന്ഥം പറഞ്ഞു, മുമ്പ് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പേ പോകുന്ന ഗോ മൂത്രമൊഴിച്ചപ്പോൾ ഞാനും ഗോ മൂത്രമൊഴിക്കുന്നു എന്നല്ലാതെ ഇതിൽ അങ്ങനെയുള്ള ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇസ്ലാം ഈസ് ജസ്റ്റ് വൺ ഓഫ് ദ ന്യൂമറസ് റിലിജിയൻസ് ദാറ്റ് പ്രിസ്ക്രൈബ് ഫാസ്റ്റിംഗ് ഫോർ ഇറ്റ്സ് പീപ്പിൾ. ഇസ്ലാം മാത്രമല്ല അതിൻ്റെ ജനങ്ങൾക്ക് ഈ റംസാൻ വ്രതത്തെ അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്നത് പറയുന്നത് ശരിയാണ്. മറ്റു പല മതങ്ങളിലും ഉണ്ട്, ക്രിസ്ത്യാനിറ്റി, പിന്നെ ഹിന്ദു മതം. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ അങ്ങനെ നിർബന്ധപൂർവം പിടിക്കേണ്ടതല്ല നോമ്പ്. അത് വളരെ സൗകര്യമുള്ള, നേരത്തെ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ വെള്ളം കുടിക്കാം,
വെള്ളം കുടിച്ചുകൊണ്ടാണ് അവർ. അത് 30 ദിവസമൊന്നുമല്ല. അത് അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഫാസ്റ്റിംഗ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാദേശികമായി വ്യത്യാസമുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ്. അത് ചെയ്യാം, ചെയ്യാതിരിക്കാം, വെള്ളം കുടിക്കാം, ഒരു നേരം ആഹാരം കഴിക്കാം, അങ്ങനെയൊക്കെ സൗകര്യപ്രദമായ ഫാസ്റ്റിംഗ് ആണ് മറ്റു പല മതങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാ മതങ്ങൾക്കും ഇതുണ്ട്, എല്ലാവരും ചെയ്യുന്നു, ഡോക്ടർ ഇതിന് അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വെറും ന്യായം ചമയ്ക്കലല്ലാതെ ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.